ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ആശീർവാദം തിരുസഭയിലെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും ശുശ്രൂഷ ചെയ്യുന്ന സമർപ്പണ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ ഈശോയുടെ സ്നേഹത്തോട് വിശ്വസ്തരായിരിക്കാൻ, ഏറ്റെടുത്തിട്ടുള്ള സമർപ്പണ ജീവിതത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ പ്രത്യേകം കർത്താവെ വൈദികരായ ഞങ്ങളെ സമർപ്പിതരൊക്കെ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹത്തിൽ ആരംഭിക്കാൻ ഒരു വൈദികന്, ഒരു സിസ്റ്ററിന്, ഒരു സമർപ്പണ ജീവിതം നയിക്കുന്നവർക്കൊക്കെ സാധ്യമായാൽ നിശ്ചയമായും കർത്താവിൻ്റെ കരുതൽ, സ്നേഹം ആ ദിവസം മുഴുവൻ അനുഭവിക്കാൻ പറ്റും. കർത്താവെ അതിനായി ഞങ്ങളെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അസ്വസ്ഥതകളുള്ളവർ, ഈ വിളിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകുന്നവർ, അല്ലെങ്കിൽ സമർപ്പണ ജീവിതത്തിൽ ആരംഭം കുറിച്ചിട്ട് അതിൽ വ്യതിചലനങ്ങൾ സംഭവിച്ചിട്ടുള്ളവർ, ഈശോയോടുള്ള സമർപ്പണത്തിൽ നിന്നും മറ്റു പല വിഷയങ്ങളിലേക്ക് ജീവിതം വഴുതി മാറിയവർ, പാപത്തിലേക്കും ദൈവികമല്ലാത്ത നിലപാടുകളിലേക്കൊക്കെ വീണുപോയവർ ഒക്കെ ഉണ്ടാകും. കർത്താവെ ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. സമർപ്പണ ജീവിതത്തിൽ നിലനിൽക്കാനും ജീവിതം വീണ്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കാനും പുനഃസമർപ്പണം നടത്താനും കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം ഞങ്ങൾക്ക് വിടുതലും സൗഖ്യമായിട്ട് മാറട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ വൈദികരെയും, എല്ലാ സിസ്റ്റേഴ്സിനെയും, എല്ലാ സമർപ്പിതരെയും കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹത്തിൽ ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് ആ സ്നേഹം പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സംസർഗവും ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹവും ആശീർവാദവും നമ്മോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.